ഹായ് ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 8-9 കിലോമീറ്റർ മാത്രം ദൂരത്തായി കിഴക്കമ്പലം എന്ന സ്ഥലത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഈ വീട് ഏതാണ്ട് 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് മനോഹരമായൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ മാത്രം ദൂരവും, ആലുവ ടൗണിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വീതി കൂടിയ റോഡ് അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് മെയിൻ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. കൂടാതെ KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ സിന്തറ്റിക് ഗ്രാസും വെച്ച് നൽകുന്നതാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വലിയൊരു സീറ്റ് ഔട്ട് ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തെ ഡോറ് 2 പാളികളായി മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് ധാരാളമായി തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. മനോഹരമായ ഡൈനിങ് സ്പേസിൽ വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് വാഷ് കൗണ്ടറിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ യൂണിറ്റും മറ്റ് സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ കിച്ചൺ കൗണ്ടറിൽ നൽകിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അവൈലബിൾ ആണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഈ ഒരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ലൊരു നീളത്തിലുള്ള കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിച്ചൻ്റെ ബാക്ക് വശത്തായി വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂമിനായി സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് സ്പേസ്, ഡൈനിങ് ഏരിയ, ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, മനോഹരമായൊരു ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡിലിനായി GS സ്ക്വയർ ട്യൂബും വുഡുമാണ് നൽകിയിരിക്കുന്നത്.
മനോഹരമായ പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED വാം സ്ട്രിപ്പ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ നല്ല നീളത്തിലൊരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിന് വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോർ നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായ ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫൻ ഗ്ലാസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വാളുകളിൽ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കവേർഡ് ആയിട്ട് തന്നെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. 3.5 സെൻറ്റിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ സൈറ്റ് വിസിറ്റിങ്ങിനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ 2 വീക്കിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.